മനുഷ്യ ജീവിതത്തിന്റെ ഏറ്റവും വലിയ വിജയം നാം കർത്താവിന്റെ കൈകളിൽ ഇരിക്കുന്നു എന്നുള്ളതാണ്. പത്രോസ് അപ്പോസ്തലൻ വെളിപ്പെടുത്തുക, അതുകൊണ്ട് തക്ക സമയത്ത് നിന്നെ ഉയർത്തേണ്ടതിന് ആ ബലമുള്ള കൈക്കീഴിൽ താണിരിക്കുക. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുകയാണ്. ആരെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രതിസന്ധികൾ അഴിച്ചുവിട്ടാലും അതൊന്നും നിങ്ങളെ തകർക്കുകയില്ല. നിങ്ങൾ ദൈവത്തിന്റെ കൈകളിലാണ്. യോബിന്റെ പുസ്തകത്തിലെ ഒരു വാക്യമാണ് ധ്യാനിക്കുവാൻ പോകുന്നത്. യോബിന്റെ പുസ്തകം 12-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വചനം. സകല ജീവജന്തുക്കളുടെയും പ്രാണനും സകല മനുഷ്യവർഗത്തിന്റെ ശ്വാസവും അവന്റെ കയ്യിൽ ഇരിക്കുന്നു. യോബിന്റെ ജീവിതത്തെ സാത്താന്യ ശക്തികൾ തകർക്കുവാൻ നിഗൂഢമായ പദ്ധതികളുണ്ട്. യോബിന്റെ സമ്പത്തിനെ തകർത്തു കളഞ്ഞു, യോബിന്റെ ആരോഗ്യത്തെ തകർത്തു കളഞ്ഞു, യോബിന്റെ കുഞ്ഞുങ്ങളെ തകർത്തു കളഞ്ഞു. ഇനിയും തന്നെ തകർക്കുവാൻ പദ്ധതികൾ മെടഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചാരത്തിലിരുന്നു കൊണ്ട് ഓട്ടുകഷ്ടം കൊണ്ട് പുഴുക്കളെ ചൊറിഞ്ഞിളക്കിക്കൊണ്ട് ഭക്തനായ യോബ് പറയുകയാണ്, സ്തോത്രം, ഒരു ശക്തികൾക്കും എന്നെ തൊടാൻ പറ്റത്തില്ല. കാരണം സ്തോത്രം, അവൻ പറയുകയാണ്, സകല ജീവജന്തുക്കളുടെയും പ്രാണനും സകല മനുഷ്യവർഗത്തിന്റെ ശ്വാസവും അവന്റെ കയ്യിൽ ഇരിക്കുന്നു. അതിനർത്ഥം എന്താ? ഞാൻ ദൈവത്തിന്റെ കൈകളിൽ ഇരിക്കുക. യെശയ്യാ പ്രവാചകൻ പ്രവചിക്കുന്ന ഭാഗമുണ്ട്, ദൈവം നിന്നെ തന്റെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം നമ്മെ പഠിപ്പിക്കുന്ന ഒരു ദൂതുണ്ട്, നാം പിതാവിന്റെ കയ്യിലിരിക്കുന്നു, ആർക്കും നമ്മളെ പിടിച്ചു പറിക്കാൻ കഴിയത്തില്ല. നാം പിതാവിന്റെ കയ്യിലാണ്. ഇനി വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുക, നിങ്ങൾ ദൈവത്തിന്റെ കയ്യിലാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് ആരോഗ്യ പ്രശ്നം കാണാം, ഒരുപക്ഷെ നിങ്ങൾക്ക് സാമ്പത്തിക പ്രശ്നം കാണാം, ഒരുപക്ഷെ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ കാണാം. അതൊന്നും കണ്ട് നിങ്ങൾ പതറരുത്. നിങ്ങളുടെ ദൈവത്തിന് സ്തോത്രം, നിങ്ങളുടെ ശ്വാസം ദൈവത്തിന്റെ കയ്യിലാണ്. മറ്റൊരു ഭാഗത്ത് എഴുതിയിട്ടുണ്ട്, നിന്റെ പ്രാണനെ അവൻ ഭാണ്ഡത്തിൽ കെട്ടിയിരിക്കുന്നു. എത്രയെത്ര സംഘടിത ശക്തികൾ വാദപ്രതിവാദം നടത്തിയാലും ദൈവം നിനക്കിട്ട ആയുസ്, ദൈവം നിനക്ക് തരുന്ന ആരോഗ്യം, അത് സന്തോഷത്തോടെ തികയ്ക്കുവാൻ പ്രത്യേക കൃപ കർത്താവ് തരും. നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആമി ദൈവത്തിന് സ്തോത്രം. ആമി കാറ്റ് കടലിലിറങ്ങി തിരകളെ ആമി ഉയർത്തി പടകിന്റെ യാത്രകളെ തടസ്സപ്പെടുത്തുന്നത് പോലെ എന്റെ ജനത്തിന്റെ മുന്നേറ്റത്തെ തടസ്സപ്പെടുത്തുന്ന ഇരുളിന്റെ ശക്തികൾ ഒരു വശത്ത് വാദിക്കുമ്പോൾ ഞങ്ങൾ ദൈവത്തിന്റെ കൈകളിലാന്നുള്ള ഉറപ്പും ധൈര്യത്തോടും മുന്നോട്ട് പോകാൻ കൃപ ചെയ്യണം. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിന്റെ നാമം ചൊല്ലി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ, ആമീൻ. നിശ്ചയമായും നീ ദൈവത്തിന്റെ കരങ്ങളിലാണ്. ദൈവം നിന്നെ അനുഗ്രഹിക്കും. ഗോഡ് ബ്ലെസ് യു.